നമസ്കാരം. ജേണി ഓഫ് സുനിതയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഉറി കെട്ടുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് ഉറി എന്താണെന്ന് അറിയില്ല. അപ്പം ഉറി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അവർക്കൊരു ഏകദേശ ധാരണ ഉണ്ടാവണം. അതുമാത്രം ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഉറി കെട്ടാനായിട്ട് നമ്മൾ അത്യാവശ്യം വിളഞ്ഞ പച്ചോല എടുക്കുക. അതിൻ്റെ തുമ്പ് ഭാഗമാണ് വേണ്ടുന്നത്. ആ തുമ്പ് ഭാഗം എടുത്തിട്ട് ഇതാ ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നും 7 ഓലക്കാൽ വീതം എണ്ണിയെടുക്കുക. അതിനുശേഷം ആ 7 ഓലക്കാൽ കഴിഞ്ഞിട്ടുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അതായത് ആ തുമ്പ് ഭാഗം വരുന്നത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ബാക്കി ആ നിൽക്കുന്ന രണ്ട് സൈഡിലും 7 ഓലക്കാൽ വീതം ഉള്ള ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2 ഓലയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ആ രണ്ടാമത്തെ ഓലയ്ക്കകത്തു നിന്ന് നമ്മൾ ഇതേപോലെ 7 ഓലയ്ക്കാൽ വീതം എടുക്കുകയാണ്. നമ്മൾ 7 ഓലയ്ക്കാലോ അല്ലെങ്കിൽ 5 ഓലയ്ക്കാലോ വെച്ചിട്ടായാലും ചെയ്യാൻ പറ്റും. 7 ഓലയ്ക്കാലാകുമ്പോൾ ഉറിയുടെ കാലിന് അത്രയും വീതി കിട്ടും. 5 ഓലയ്ക്കാലാണെങ്കിൽ അത്രയും വീതി കുറഞ്ഞിരിക്കും. അപ്പം നമ്മൾ 2 ഓലത്തുമ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിൽ ഒരെണ്ണത്തിൽ നിന്ന് നമ്മൾ 7 ഓലയ്ക്കാൽ വീതമുള്ള 2 പീസ് നമ്മൾ എടുക്കുന്നുണ്ട്. രണ്ട് സൈഡിലും 7 ഓലക്കാൽ വീതം വരുന്ന 3 പീസ് പച്ചോലയാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ ഈ പച്ചോല എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓലക്കാലിന് നല്ല നീളമുള്ള പച്ചോല തന്നെ എടുക്കണം. എങ്കിൽ മാത്രമേ അത്യാവശ്യം നല്ലൊരു ഉറി നമുക്ക് മെടഞ്ഞെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. കണ്ടില്ലേ, നമ്മൾ ഈ ഓലയുടെ തുഞ്ചൊക്കെ വെട്ടി മാറ്റിയിട്ടുണ്ട്. ഈ ഭാഗം നമുക്കിനി വേണ്ട. അതിൻ്റെ തൊട്ട് ബാക്കിലുള്ള 7 ഓലക്കാൽ വീതം ഒരു സൈഡിൽ വരുന്ന പീസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആദ്യത്തെ 2 പീസ് ഓല നമ്മൾ ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് നമ്മൾ അതിങ്ങനെ ചവിട്ടി പിടിക്കണം. അതിന് ശേഷം ഇടത് സൈഡിലുള്ള ഓലയിൽ നിന്ന് ഒരു ഓലയ്ക്കാലും സ്റ്റാർട്ടിങ്ങിലുള്ള ഓലയ്ക്കാലും വലത് സൈഡിലെ ഓലയിൽ നിന്നുള്ള സ്റ്റാർട്ടിങ്ങിലുള്ള ഓലയ്ക്കാലും അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയെടുക്കുക. ശേഷം വീണ്ടും വലത് സൈഡിൽ നിന്ന് ഒരു ഓലയ്ക്കാൽ എടുക്കുക. ഇടത് സൈഡിൽ നിന്ന് മടക്കി വെച്ചേക്കുന്ന ഓലയ്ക്കാലിൻ്റെ അടിവശത്തൂടെ കൊണ്ടുവരിക. ഇടത് സൈഡിലെ രണ്ടാമത്തെ ഓലയ്ക്കാലിൻ്റെ മുകൾ വശത്തൂടെ കൊണ്ടുപോവുക. അപ്പം ഇതിങ്ങനെ മെടഞ്ഞ് കൊണ്ടുവരണം. സാധാരണ ഓല മെടയുന്നത് പോലെ ഓലയ്ക്കാലെ നിവർത്തി നമ്മൾ മെടയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ മടക്കി തന്നെ മെടഞ്ഞാൽ മതി ഉറി കെട്ടുമ്പം. അതിനുശേഷം വീണ്ടും അടുത്ത ഓലയ്ക്കാൽ എടുക്കുക. ഒന്നിന് മുകളിലൂടെ അടുത്ത ഓലയ്ക്കാലിന് അടിവശത്തൂടെയും വരുന്ന രീതിയിൽ ആണ് നമ്മൾ ഈ ഉറി മെടഞ്ഞെടുക്കേണ്ടത്. ഓരോ തവണ ഇങ്ങനെ ഓലയ്ക്കാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് പിന്നെ എടുക്കുമ്പോഴും നമ്മളിതേപോലെ പിടിച്ച് അകത്തെ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. അതായത് ഓലയ്ക്കാൽ പിടിച്ച് അകത്തുമ്പം ആ മെടഞ്ഞു വരുന്ന ഭാഗം നന്നായിട്ടങ്ങ് ടൈറ്റ് ആയിക്കോളും. അതിനുശേഷം വീണ്ടും ഇങ്ങനെ ഓലയ്ക്കാൽ വീണ്ടും മടക്കി വെച്ച് ഇങ്ങനെ പോവുക. ഓരോ ഓലയ്ക്കാലിന് മുകളിലൂടെയും അടുത്ത ഓലയ്ക്കാലിന് അടിയിലൂടെ അങ്ങനെ ഒന്നിടവിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഓല മെടഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ വലത് സൈഡിൽ നിന്ന് ഒരു ഓലക്കാൽ നമ്മൾ ഇടത്ത് സൈഡിലോട്ട് മെടഞ്ഞു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തത് ഇടത് സൈഡിൽ നിന്ന് അതേപോലെ ഒരു ഓലക്കാൽ വലത് സൈഡിലോട്ട് മെടഞ്ഞു കൊണ്ടുവരണം. ഇങ്ങനെയാണ് നമ്മളിത് മെടഞ്ഞു കൊണ്ടുവരേണ്ടത്. കണ്ടില്ലേ? നമുക്കിവിടെ ഈ ഓലയിൽ നിന്ന് കൈവിടാൻ പാടില്ല. കൈവിട്ട് കഴിഞ്ഞാൽ ഉറി അഴിഞ്ഞു പോവും. അതുകൊണ്ട് ആണ് നമ്മൾ ഇങ്ങനെ വെച്ച് വീഡിയോ എടുക്കുന്നത്. പിന്നെ മാക്സിമം ക്ലിയർ ആക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഓലയുടെ അടിയിൽ കൂടെയും പിന്നീട് വരുന്ന ഓലയുടെ മുകളിൽ കൂടെയും ആ ഒരു രീതിയിലാണ് നമ്മൾ ഇത് മെടഞ്ഞെടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഒന്നുകൂടെ കാണുമ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാകും. പിന്നെ അതിനുശേഷം ഓരോ തവണ നമ്മളിങ്ങനെ മെടഞ്ഞു കഴിയുമ്പോഴും ഈ ഓലക്കാൽ നന്നായിട്ട് പിടിച്ചടുപ്പിക്കണം. നമ്മളിങ്ങനെ ഇവിടെ മെടഞ്ഞു വരുന്ന സമയത്ത് ഓലക്കാലിൻ്റെ നീളം കുറയും. അപ്പം അങ്ങനെ വരുമ്പോൾ ആ നീളം കുറയുന്ന ഓലക്കാലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വേറൊരു ഓലക്കാൽ നീളമുള്ള ഓലക്കാൽ കയറ്റി കൊടുക്കണം. അപ്പം അത് നന്നായിട്ട് ടൈറ്റ് ആക്കി തന്നെ ആ ഓലക്കാൽ വെക്കേണ്ടത്. അപ്പം ഇല്ലെങ്കിൽ ഉറിഞ്ഞ് ഊരിപ്പോരും. ഏത് ഓലക്കാല? ഈ മെടഞ്ഞു കൊണ്ടുവരുന്ന സാധനത്തെ നമ്മൾ ഉറിയുടെ കാലെന്നാണ് പറയുന്നത്. ഒരു ഉറിക്ക് സാധാരണയായിട്ട് 6 കാലുണ്ടാകും. അപ്പോൾ ആദ്യത്തെ 2 ഓല വെച്ചിട്ട് നമ്മൾ ഒരു കാല് മെടഞ്ഞു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ പീസ് ഓല വെച്ചിട്ട് നമ്മൾ അടുത്ത രണ്ടാമത്തെ കാല് മെടയാൻ പോവുകയാണ്. നമ്മൾ ആദ്യം വെച്ചതുപോലെ തന്നെ നമ്മളിങ്ങനെ ചരിച്ച് വെക്കുക. അതിനുശേഷം ആദ്യത്തെ 2 ഓലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുകളിൽ കൂടെയും താഴെ കൂടെയും വരത്തക്ക രീതിയിൽ മെടഞ്ഞെടുക്കണം. ആദ്യത്തെ ഓലക്കാലിൻ്റെ മുകളിലൂടെ അടുത്ത ഓലക്കാലിൻ്റെ അടിയിലൂടെ വീണ്ടും അതിൻ്റെ അടുത്ത ഓലക്കാലിൻ്റെ മുകളിലൂടെ
ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഓല മെടഞ്ഞെടുക്കുന്നത്. എനിക്ക് ഓല മെടയാനറിയാം, പക്ഷേ എനിക്ക് ഉറി കെട്ടാനൊന്നും അറിയില്ല. അപ്പം ഞാനും എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് അമ്മയെടുത്ത് ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പം അമ്മ ഇരിക്കുന്നിടത്ത് നല്ല വെയിലുണ്ട്, ഇളം വെയിലാണ്. മാറിയിരിക്കാൻ ഞാൻ പറഞ്ഞതാണ്. അപ്പം അമ്മയ്ക്ക് ഈ ഒരു പൊസിഷനിലിരുന്നെങ്കിൽ മാത്രമേ അത് നന്നായിട്ട് കെട്ടാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് അങ്ങനെ അവിടെ ഇരിക്കുന്നതാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ കാല് മെടഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് മൂന്നാമത്തെ കാലാണ് മെടയുന്നത്. അപ്പം 3 പീസ് ഓലയാണ് വെച്ചിട്ടുള്ളത്. 3 പീസ് ഓലയ്ക്കൂടെ മൊത്തത്തിൽ 6 സൈഡ് നമ്മൾ മെടഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ സൈഡാണ് ഈ മെടഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം മെടഞ്ഞു തുടങ്ങിയതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യേണ്ടുന്നത്. അപ്പം നമ്മളിതൊരു ഹാഫ് പോർഷനിലാക്കി ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് ഓരോ കാലിൻ്റെയും ഭാഗങ്ങൾ മെടഞ്ഞത്. എനിക്കും ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ എനിക്കിത് കാര്യമായിട്ടൊന്നും മനസ്സിലാവുന്നില്ല ഇങ്ങനെ നോക്കിയിരുന്നതൊക്കെ. അപ്പം നമ്മൾ ചെയ്ത് നോക്കുമ്പം കറക്റ്റായിട്ട് മനസ്സിലാകും. പിന്നെ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഉറിയൊന്നും ആരും അധികം ഉപയോഗിക്കുന്നില്ലല്ലോ. പക്ഷേ നമ്മളവിടെ വീട്ടിൽ ഒരു ഉറി വെറുതെ ഷോയ്ക്കായിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മളിവിടെ നീളം കുറഞ്ഞു വരുന്ന ഓലക്കാലിന് നീളമുള്ള പുതിയൊരു ഓലക്കാലൂടെ ജോയിൻ ചെയ്ത് വെച്ചിട്ട് വീണ്ടും നമ്മൾ ആ കാലിൻ്റെ നീളം കൂട്ടി മെടഞ്ഞെടുക്കുകയാണ്. അപ്പം നമ്മൾ ഈ മെടഞ്ഞു വരുന്നതനുസരിച്ചാണ് ഇതിൻ്റെ വീതി കൂടുന്നത്. കണ്ടില്ലേ, നീളം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ കരുതി വെച്ചിരിക്കുന്ന നീളമുള്ള ഓലക്കാലുകളാണിത്. ഇതിങ്ങനെ മെടഞ്ഞു പോകുന്നത് കാണാനൊരു പ്രത്യേക രസമുണ്ട് കേട്ടോ. അമ്മമാരുടെ ആ ഒരു കണക്കൊക്കെ ഭയങ്കര ഇതാണ്, കൃത്യനിഷ്ഠയോടെയാണ്. നേരിട്ട് കാണുമ്പോൾ ഇതിങ്ങനെ മെടഞ്ഞു പോകുന്നത് കാണാനൊരു രസമുണ്ട് കേട്ടോ. ഈ 6 കാലും നമ്മളിനി ഇതേപോലെ അതിൻ്റെ അറ്റം വരെ മെടഞ്ഞെടുക്കണം. അപ്പോൾ അമ്മ എണ്ണി നോക്കുകയാണ്, എവിടെയോ ഒരു ഓലക്കാലിൽ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നു എന്നാണ് പറയുന്നത്. പക്ഷേ എന്നാലും അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞു. അതാ എടുത്ത് വന്നതിലുള്ള മിസ്റ്റേക്കാണെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കിത് കണ്ടിട്ട് പ്രത്യേകിച്ച് കുഴപ്പമുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. എനിക്കിതിൻ്റെ ABCD ഒന്നും അറിയാത്തത് കൊണ്ടായിരിക്കും ചിലപ്പം. മെടഞ്ഞ് അതിൻ്റെ തുമ്പ് ഭാഗത്തേക്ക് എത്തുകയാണ്. അമ്മ ഇതുവരെ അതിൽ നിന്ന് കൈ എടുത്തിട്ടില്ല, കൈ എടുക്കാതെ മെടഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഓലയിൽ നിന്ന് കൈവിട്ട് കഴിഞ്ഞാൽ ആ മെടഞ്ഞു കൊണ്ടുവരുന്നത് ലൂസായി പോരും, ഉറി അഴിഞ്ഞു പോകുമെന്നാണ് അമ്മ പറഞ്ഞത്. ശരിക്കും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ ആകുമ്പോഴേ ഉള്ളൂ ഉറിയുടെ ആവശ്യക്കാരെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ വീട്ടിൽ ഉറി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അന്ന് ഒറ്റമുറി വീടൊക്കെ ആയിരുന്നു. ആ സമയത്ത് വീട്ടിലെല്ലാവർക്കും കൂടെ രാത്രി കിടന്നുറങ്ങാനുള്ള സ്ഥലം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ വരുമ്പം ഉറി കെട്ടി ഉറിയിൽ ഈ ചോറും കറികളും ഒക്കെ എടുത്ത് വെക്കുമ്പോഴത്തേക്ക് അത്രയും സ്ഥലവും കൂടെ ലാഭിക്കാൻ പറ്റും. മിക്ക വീടുകളുടെ ഒരു അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഉറി മെടഞ്ഞു വരുന്ന സമയത്ത് അമ്മ ഇങ്ങനെ പിടിച്ചൊന്ന് അമക്കി റെഡിയാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ഉറിയുടെ ഒരു കാലിവിടെ കെട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ലാസ്റ്റ് വന്നപ്പോൾ നമ്മൾ ആ മെടഞ്ഞു കൊണ്ടുവന്ന ഒരു ഓലക്കാല് തന്നെ തിരിച്ച് ചുറ്റി കെട്ടാക്കുകയാണ് ചെയ്യുന്നത്. വേറെ നമ്മൾ വള്ളിയൊന്നും ഇട്ട് കെട്ടത്തില്ല. കണ്ടില്ലേ, അതൊരു പ്രത്യേക ഇതിൽ പിടിച്ച് മുറുക്കുന്നുണ്ട്. എന്നാൽ ആ ഓല മുറിഞ്ഞു പോകത്തുമില്ല, കെട്ട് നന്നായിട്ട് മുറുകിയിരിക്കുകയും വേണം. ആ രീതിയിലാണ് പിടിച്ച് മുറുക്കുന്നത്. അങ്ങനെ നമ്മൾ ഉറിയുടെ അടുത്ത കാലും മെടഞ്ഞെടുക്കുകയാണ്. ഉറിയുടെ എല്ലാ അറ്റവും നമ്മൾ ഇതേപോലെ മെടഞ്ഞു കൊണ്ടുവരുന്ന ഓലക്കാല് വെച്ച് തന്നെ ചുറ്റി കെട്ടും. അങ്ങനെ 6 കാലിവിടെ സെറ്റായിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ അകവശം ഇങ്ങനെ ഇരിക്കും, പിരിഞ്ഞാണ് ഇരിക്കുന്നത്. ആ ഓല മടക്കി എടുത്തതിൻ്റെ ഒരു ഇതാണ്. ഇനി നമ്മൾ ഉറി കെട്ടാൻ പോവാണ്. ഉറിയുടെ മുകൾ ഭാഗം ആ കാലുകളെല്ലാം കൂടാണ് പിടിച്ച് കൂട്ടിക്കെട്ടുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വഴികയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഓലമടലിൻ്റെ മുന്നിലുള്ള ഭാഗമാണ്. നമ്മളൊരു വാക്കത്തി വെച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുമ്പം ഇതേപോലെ വള്ളി പോലെ ഇങ്ങ് പോരും. ഇത് നമ്മൾ നന്നായിട്ട് പിരിക്കുക. ഒരു 2-3 എണ്ണം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പിരിക്കുക. പിരിച്ചതിന് ശേഷം ഇങ്ങനെ റൗണ്ടാക്കി ഒരു 2-3 റൗണ്ടാക്കുക. അതിനുശേഷം നമ്മൾ ആ കാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടിയില്ലേ, ആ ഭാഗത്തൂടെ നമ്മൾ അകത്തേക്ക് കൊണ്ടുവന്ന് കെട്ടാക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ഉറിയുടെ കാലുകളെല്ലാം ഒരേപോലെ വരുന്നുണ്ടോ എന്ന് ലെവൽ ചെയ്ത് പിടിക്കുക. അതിനുശേഷം നമ്മൾ ഈ വഴികയുടെ രണ്ടറ്റവും പിടിച്ച് നന്നായിട്ട് മുറുക്കണം. നമ്മൾ കാണുമ്പോൾ എളുപ്പമായിട്ട് തോന്നും, പക്ഷേ ഒരു ഇച്ചിരി പാടാണ്. അമ്മ എഴുന്നേറ്റ് നിന്ന് ചവിട്ടി പിടിച്ചൊക്കെയാണ് ഈ വഴുക മുറുക്കിയത്, അല്ലാതെ അത് മുറുകുന്നില്ലായിരുന്നു. ശേഷം ഈ മടങ്ങിയിരിക്കുന്ന ഓലത്തുമ്പൊക്കെ നമ്മളിങ്ങനെ വെളിയിലേക്ക് നൂത്തെടുക്കണം കേട്ടോ. അതിൻ്റെ ആവശ്യവും നമുക്കിനിയുണ്ട്. അപ്പം നമ്മൾ വഴുക വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഉറി ഇവിടെ കെട്ടുകയാണ്. ഇതിങ്ങനെ ചവിട്ടി പിടിച്ചിട്ടൊക്കെയാണ് ആ വഴുക മുറുകിയത്. നമ്മൾ സൂക്ഷിച്ച് പിടിച്ചില്ലെങ്കിൽ കയ്യും മുറിയും. അപ്പം അതിനുശേഷം ഈ ബാലൻസ് വരുന്ന തുമ്പ് കണ്ടില്ലേ, അതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് ആ വഴുകയും കൂടെ ചേർത്ത് പിടിച്ച് രണ്ടായിട്ട് പിരിച്ചെടുക്കണം.
2 സെക്ഷനാക്കിയിട്ട് അതങ്ങനെ വെച്ച് പിരിച്ചെടുക്കുക. അതിനുശേഷം ഇത് തമ്മിൽ ഇങ്ങനെ പിരിച്ച് കൊണ്ടുവരണം. അത് മാക്സിമം എവിടെ വരെ പിരിഞ്ഞ് വരുമോ അത്രയും ഭാഗം വരെ ഇതിങ്ങനെ പിരിച്ച് കൊണ്ടുവരണം. ഇപ്പോൾ നമ്മുടെ ഉറിക്ക് ഒരു ലുക്കൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ പിരിച്ച് ഏറ്റവും അവസാനം വന്നിട്ട് അവിടെ വെച്ചാണ് നമ്മൾ ഇനി കെട്ടിടാൻ പോകുന്നത്. ഇപ്പോഴാണ് നമ്മളുടെ ഉറി കംപ്ലീറ്റ് ആയത്. കണ്ടില്ലേ, നല്ല അടിപൊളി ലുക്കായിട്ടുണ്ട് നമ്മളുടെ ഉറിക്ക്. ഇപ്പം മൊത്തത്തിൽ നോക്കുമ്പം അല്ല, ഏറ്റവും ലാസ്റ്റ് വരെ ഇതിങ്ങനെ പിരിച്ച് കൊണ്ടുപോയിട്ടാണ് നമ്മൾ അവിടെ കൊണ്ടുവന്ന് കെട്ടിടുന്നത്. നമുക്കിവിടെ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഉറിയാണ്. ഇതിനകത്ത് ഒരുപാട് സാധനങ്ങൾ നമുക്ക് അടുക്കി വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നമ്മളിവിടെ വെറുതെ ഒരു ഷോയ്ക്കായിട്ട് അടുക്കളയിൽ ഉറി കെട്ടിയിട്ടുണ്ട്. പക്ഷേ ആ ഉറിയിൽ നമ്മളങ്ങനെ ഒന്നും വെക്കാറില്ല. ഇതിപ്പം അത്യാവശ്യം വലിപ്പമുള്ള ഉറിയാണ്. നമ്മളിത് ഉപയോഗിക്കുന്നില്ല, എന്നാലും ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കെട്ടിയതാണ്. കണ്ടില്ലേ, ഇത്രയും വലിപ്പമുണ്ട്. 6 കാലുണ്ട് ഉറിക്ക്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഉറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഉറി കെട്ടാൻ പോവുകയാണെന്നൊന്നും വിശ്വസിച്ചിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പം നമ്മളുടെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ കണ്ടിരിക്കണമല്ലോ, അപ്പോൾ അതിനുവേണ്ടി ചെയ്തതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ടാറ്റാ.